അല്ല, യേശുക്രിസ്തു 12 മണിക്കാണ് ജനിച്ചത്. അപ്പോൾ 12 മണിക്ക് കുർബാന ഉണ്ടാവും. അത് ലോകം മുഴുവൻ അങ്ങനെയാണ്. അതിന് മൈക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാ അധികാരികളും അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ആഗോളതലത്തിലുള്ള ഒരു ആരാധനാ ക്രമമാണ്. അതുപോലെ തന്നെ ആരാധനാലയത്തിനുള്ളിലും കോമ്പൗണ്ടിലും അതിന് പെർമിഷൻ എടുക്കുന്നതായിട്ട് എനിക്കറിവില്ല. ഇതൊരു സ്ഥലത്തല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് മുഴുവനുള്ളതാണ്. അപ്പം അതിന് പ്രാർത്ഥിക്കുന്നതിന് യേശുക്രിസ്തുവിനെ 10 മണിക്ക് മുമ്പ് ജനിപ്പിക്കണമെന്നോ 8 മണിക്ക് രാവിലെ 6 മണിക്ക് ശേഷം ജനിപ്പിക്കണമെന്നുള്ള ഒരു നിയമമോ നടപടിയോ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം. യേശുക്രിസ്തു 12 മണിക്ക് ജനിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അധികാരികൾ വ്യക്തമായിട്ട് പറയണം. അത്രേ എനിക്ക് പറയാനുള്ളത് ഇതിനെപ്പറ്റി. മറ്റൊന്ന്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിസ്മസിന്റെ കേക്ക് വിവാദം സജീവമായി നിൽക്കുകയാണ്. BS കുമാർ വലിയ രീതിയിലുള്ള മേയറെ ആക്രമിക്കുന്ന രീതി, അതായത് അത് രാഷ്ട്രീയമായിട്ട് സുരേന്ദ്രൻ കൊണ്ടുവന്നത്, അങ്ങനെയുള്ള അഭിപ്രായം എന്താ? ഞാൻ ജനറൽ സെക്രട്ടറിയാണ്, സുരേന്ദ്രൻ പ്രസിഡന്റാണ്. സുരേന്ദ്രനെ പറ്റി ഞാൻ പറയണമെന്നാണോ? സുരേന്ദ്രനെ പറ്റി അങ്ങ് പറയണമെന്നില്ല, ആ മേയർക്കെതിരെയുള്ള അറ്റാക്ക്, അതായത് ക്രിസ്മസ് കേക്ക് കൊടുത്ത് പോലും വലിയ വിവാദമാക്കുന്ന സാഹചര്യം. അല്ലല്ല, അതിനെപ്പറ്റി സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി കമന്റ് ഇല്ല. അത്തരം നിലപാടുകളെ കുറിച്ചുള്ള ഒരു അഭിപ്രായം അല്ല, ഞാൻ പറഞ്ഞല്ലോ, സുരേന്ദ്രൻ പറഞ്ഞതാണ് എന്റെ നിലപാട്. സുരേന്ദ്രൻ പറഞ്ഞതാണ് എന്റെ നിലപാട്. ഈ കേക്ക് രാഷ്ട്രീയം BJP നടത്തുന്നുണ്ട്. പിന്നെ പലർക്കും കേക്ക് കൊടുക്കാൻ അത് ചോദിക്കാനാണ് നേരത്തെ അങ്ങോട്ട് ചോദിച്ചപ്പോഴായിരുന്നു. അത് ചോദിക്കാനാണെങ്കിൽ അത് സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു അത് എന്താണെന്നുള്ളത്. തൃശ്ശൂരിലെ മാത്രമല്ല, നിരവധി മേയർമാരുണ്ട്, പ്രമുഖരുണ്ട്. തൃശ്ശൂരിലെ മേയർക്ക് മാത്രം എന്താണ് പ്രത്യേകിച്ച് സുരേന്ദ്രൻ കേക്ക് കൊടുക്കുന്നത്? സുരേന്ദ്രൻ പറഞ്ഞില്ലേ അത്? സുരേന്ദ്രൻ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിനപ്പുറത്തേക്ക് താഴോട്ടോ മുകളിലേക്ക് പിന്നെ നിങ്ങൾക്ക് ഇതിന് എന്ത് വേണേലും നെഗറ്റീവ് ഉണ്ടാക്കാം. ഞാനിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു. ഈ ഒരു കാര്യം, ഇവിടെ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും വേലയുടെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അനുമതി പെസോയുടെ ഇത് പ്രകാരമാണ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. 3-ാം തീയതിയാണ് വേല വെടിക്കെട്ട്. വലിയ ആശങ്കകൾ അവർ പങ്കുവെക്കുന്നത്. അത് ഇവിടെയുള്ള നമ്മുടെ പാർട്ടിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അതിനെപ്പറ്റി ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. കേന്ദ്ര നിയമം ആയതുകൊണ്ട് എനിക്കറിയില്ലാത്ത എനിക്ക് പറയാൻ സാധിക്കില്ല. ഇവിടുത്തെ മാനസികാവസ്ഥ എന്താണെന്ന് ജനങ്ങളുടെ കൂടെയാണല്ലോ നിൽക്കേണ്ടത്. സാധാരണ രീതിയിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന രീതിയാണ് ഉള്ളത്. ഓക്കെ.